ഗാസയിലേക്ക് എത്താൻ ശ്രമിച്ച ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സേന കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ഉടൻ തന്നെ ഇസ്രായേൽ നാട് കടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇവരെ ഇസ്രായേലി തുറമുഖത്തു നിന്ന് മാറ്റിയെന്നും ജൂതരാഷ്ട്രം അറിയിച്ചു. പലസ്തീൻ അനുകൂല ഫ്ലോട്ടില്ലയുടെ നിരവധി കപ്പലുകൾ ഇസ്രായേൽ തടയുകയും ചെയ്തതിനാലാണ് ഗ്രറ്റ തുർബഗ് ഉൾപ്പെടെ തന്നെ അതിലുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. അവരെ പിടികൂടിയ കപ്പലിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തതായി മറ്റൊരു സ്രോതസ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ഇപ്പോൾ ഉറപ്പു പറയാനാകില്ല എന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇവർ ഹമാസിന്റെ ചാരന്മാരായി തന്നെ പ്രവർത്തിക്കുന്നവരാകാം എന്ന വിലയിരുത്തലും പുറത്തുവരുന്നു. ഏകദേശം 500 പാർലമെന്റ് അംഗങ്ങൾ, അഭിഭാഷകർ, ആക്ടിവിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന ഏകദേശം 45 കപ്പലുകൾ ഉൾപ്പെടുന്ന ഗ്ലോബൽ സുമൂത്ത് പ്ലോട്ടില്ല ക്ഷാമം ബാധിച്ചതായി തന്നെ UN പറയുന്ന യുദ്ധത്തിൽ തകർന്ന ഒരു എൻക്ലേവായ ഗാസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ഉപരോധം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കഴിഞ്ഞ മാസം സ്പെയിനിൽ നിന്ന് ഈ കപ്പൽ കയറിയതായും ഇവർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഭക്ഷണവും മരുന്നുകളും മറ്റ് അവശ്യ സാധനങ്ങളും സഹായ ബോട്ടുകളിൽ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉപരോധിക്കപ്പെട്ട എൻക്ലേവിൽ നിന്നുകൊണ്ട് ഏകദേശം 70 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ബോട്ടുകൾ ഒരു സജീവ പോരാട്ട മേഖലയ്ക്കുള്ളിൽ തടഞ്ഞതായും ഇസ്രായേൽ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചില ബോട്ടുകളിൽ നിന്നുള്ള തത്സമയ ക്യാമറ ഫീഡ് ഉപയോഗിക്കുന്നതുൾപ്പെടെ തന്നെയുള്ള ആശയവിനിമയങ്ങൾ തടസ്സപ്പെട്ടതായും സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബോട്ടുകൾ സംഘർഷ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നതിനാൽ തന്നെ അവയോട് ഗതി മാറി സഞ്ചരിക്കാൻ നാവികസേന ആവശ്യപ്പെട്ടതായും തന്നെ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലി സൈന്യം ബോട്ടിന്റെ ഡെക്കിലിരിക്കുന്ന ട്യൂൻബർഗ് അവർക്ക് വെള്ളവും ജാക്കറ്റും കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളടക്കം മന്ത്രാലയം പുറത്തുവിടുകയും ചെയ്തതാണ്. അതേസമയം ഈ നടപടി നിയമവിരുദ്ധവും ധാർഷ്ട്യവും നിറഞ്ഞതുമായ പ്രവൃത്തിയാണ് എന്നതാണ് ഗ്ലോബൽ സുമൂത്ത് പ്ലോട്ടില്ല അധികൃതർ ആരോപിച്ചിരിക്കുന്നത്. പായ്ക്കപ്പലുകളും അതുപോലെ തന്നെ ബോട്ടുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് GSF. പ്ലോട്ടില്ലയിലെ ഒരു കപ്പലിലെ കടലിൽ വെച്ച് തന്നെ മനഃപൂർവ്വം ഇടിച്ചുവെന്നും മറ്റു ബോട്ടുകൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചുവെന്നും ഈ സംഘം ആരോപിക്കുന്നുണ്ട്. ഗാസ പട്ടിണിയിലും ഒറ്റപ്പെടലിലും തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ തന്നെ അധിനിവേശ ശക്തി ഏതറ്റം വരെയും പോകുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കുറിച്ചിരിക്കുകയാണ്. അതുപോലെ 44 യാനങ്ങളാണ് ഗ്ലോബൽ സുമൂത്ത് പ്ലോട്ടില്ലയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഇസ്രായേൽ തടഞ്ഞതായും വിവരങ്ങൾ ലഭ്യമാകുന്നു. ഗ്രറ്റയും സുഹൃത്തുക്കളും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണ് എന്നത് വ്യക്തമാക്കിയ ഇസ്രായേൽ GSFന്റെ നീക്കം പ്രകോപനകരമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഘത്തിന്റെ പ്രധാന ബോട്ടുകളായ തന്നെ അൽമ, സൂര്യാസ്, അതുപോലെ അഡാറ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി ബോട്ടുകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവയിൽ സൈന്യം പ്രവേശിച്ചതായും ഇവർ വ്യക്തമാക്കുന്നു. അപകട സന്ദേശങ്ങൾ തടയുന്നതിനും അതുപോലെ നിയമവിരുദ്ധവുമായി ആ ഒരു ബോട്ടിലേക്ക് പ്രവേശിക്കുന്നതുമായി തന്നെ ബന്ധപ്പെട്ട് ലൈവ് സ്ട്രീം അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ഇസ്രായേൽ സൈന്യം ഇതിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കുകയും ചെയ്തുവെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാസിയാൻ തീരത്തു നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ നാവികസേന ഈ ഒരു കപ്പൽ തടഞ്ഞിരിക്കുന്നതെന്നും വ്യക്തമാകുന്നുണ്ട്. അതേസമയം ഇന്ന് രാവിലെയാണ് ഇതോടുകൂടി തന്നെ ഇസ്രായേൽ ഇത്തരത്തിൽ കപ്പലുകൾ പിടിച്ചെടുക്കുകയും ഇവരെ ഗാസയിലേക്ക് വിടാതെ പൂർണ്ണമായും തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.